ചെങ്ങന്നൂർ കല്ലിശ്ശേരി പാലത്തിന് സമീപം സഞ്ചരിക്കുന്ന ഒരു മത്സ്യവില്പന കാരവാനുണ്ട്. സീഗൾസ് എന്നാണ് ഇതിൻ്റെ പേര്. സീഗൾസും ഉടമയായ 42-കാരൻ സൂരജ് നാരായണനും അതിജീവനത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. LIC ഏജന്റായിരുന്ന സൂരജ് 2017-ൽ വിഷമയമുള്ള മത്സ്യം കഴിച്ച് രോഗബാധിതനായതാണ് വിഷരഹിത മത്സ്യവിപണി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. LIC ഏജൻസി കൂടാതെ വലിയ സാമ്പത്തിക ലാഭമുള്ള സോളാർ പാനലിൻ്റെ ബിസിനസ് ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകൾ നടത്തിവന്നിരുന്ന സൂരജ് ഇവയെല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിച്ചാണ് മത്സ്യവിപണന രംഗത്തേക്ക് തിരിഞ്ഞത്. സംസ്ഥാനത്ത് ആദ്യത്തെ ഹൈടെക് വിഷരഹിത മത്സ്യവിപണന വാഹനം നിരത്തിലിറക്കി സീഗൾസ് ശ്രദ്ധാകേന്ദ്രമായി. കോവിഡ് കാലയളവിൽ താങ്ങാനാകാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതോടെ ബാങ്ക് ലോൺ അടവ് മുടങ്ങി. ഒടുവിൽ വീട് ജപ്തി ഭീഷണിയിലായി. 2021-ൽ സംരംഭം നിലച്ചു. ഒപ്പമുണ്ടായിരുന്നവരും സുഹൃത്തുക്കളും നിസ്സഹായരായി. വാഹനങ്ങളെല്ലാം വിൽക്കേണ്ടി വന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ കാലിന് പരിക്കേറ്റു. പ്രതിസന്ധികളുടെ വേലിയേറ്റത്തിലും തകരാതെ മുന്നോട്ടു പോയ സൂരജ് മന്ത്രിമാരായ സജി ചെറിയാൻ്റെയും KB ഗണേഷ് കുമാറിൻ്റെയും ഇടപെടലോടെ കാരവാനിൽ വിൽപ്പന പുനരാരംഭിക്കുകയായിരുന്നു. 2017-ൽ ചെങ്ങന്നൂർ ചെറിയനാട് കേന്ദ്രീകൃതമായിട്ടാണ് വിഷരഹിത മത്സ്യ വിതരണ സംരംഭം സീഗിൾസ് ആരംഭിച്ചത്. കുറച്ചുനാൾ മുമ്പ് ആ സമയത്ത് മത്സ്യം കടിച്ച് സകലം പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പുറത്താണ് ഈ ഒരു സംരംഭം നമ്മൾ തുടങ്ങാനുണ്ടായ സാഹചര്യം. 2018-ൽ ആദ്യമായിട്ട് ഒരു മൊബൈൽ കാരവാൻ നമ്മൾ ലോഞ്ച് ചെയ്തു. 2019 അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ വിഷരഹിത മത്സ്യവിതരണത്തിനുള്ള കേന്ദ്രമന്ത്രിമാരുടെയും സംസ്ഥാനത്തിൻ്റെയും പുരസ്കാരങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ കോവിഡ് കാലഘട്ടത്തോടുകൂടി നമുക്കിത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിൽ കടുത്തമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നമ്മൾ നീങ്ങി. പിന്നീട് 2022-ൽ പുറത്തിയാട് പബ്ലിക് മാർക്കറ്റ് കേന്ദ്രീകൃതമായി നമ്മുടെ സംരംഭം വീണ്ടും നമ്മൾ തുടങ്ങി. അന്ന് ജില്ലയിലെ ആദ്യത്തെ ലൈഫ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് സീഗിൾസിനാണ് ലഭ്യമായത്. മത്സ്യവിപണന കേന്ദ്രം ആരംഭിച്ചത് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. മത്സ്യവില്പനയ്ക്കായി മൊബൈൽ കാരവാൻ കൊണ്ടുവന്നതോടെ നിരവധി പുരസ്കാരങ്ങളും തേടി വന്നു. കുറത്തിക്കാട് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് സംരംഭം വീണ്ടും സജീവമായിരുന്നു. സഹായിക്കാൻ തയ്യാറായ മന്ത്രി സജി ചെറിയാനോട് നന്ദി പറയുന്നുവെന്നും സീഗിൾസ് എന്നും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി നിലകൊള്ളുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗോഡൌണിൽ ഇടേണ്ടി വന്ന കാരവാൻ സ്വകാര്യ മേഖലയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ ഫിഷ് കാരവനായി വീണ്ടും പുറത്തിറക്കിയത് ഈ മാസം ആദ്യമാണ്. ഉൾനാടൻ മത്സ്യകർഷകരുമായി ചേർന്ന് പുഴമത്സ്യങ്ങൾ ശേഖരിക്കും. സമുദ്ര മത്സ്യങ്ങൾ ശേഖരിക്കുന്നത് വാടി, നീണ്ടകര, മുനമ്പം, തൂത്തുക്കുടി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ രാത്രി 7 വരെയാണ് കല്ലിശ്ശേരിയിലെ കാരവാനിൽ വിൽപ്പന. 10 തൊഴിലാളികളും ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. കുറത്തിക്കാട് സ്വദേശിയാണ് സൂരജ്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.